ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്കൊരാൾക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുമോ? ഇന്റർനെറ്റും ഇല്ല, വാട്സപ്പും ഇല്ല, എന്ത് ചെയ്യും? ചില പ്രത്യേക കുടുങ്ങിയ സാഹചര്യത്തിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആരാണോ നിങ്ങളുടെ ലൊക്കേഷൻ ചോദിക്കുന്നത് അവർക്ക് നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത് ലഭിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ലൊക്കേഷൻ കൃത്യമായി കണ്ട് മനസ്സിലാക്കി അവിടെ എത്തിച്ചേരാനും സാധിക്കും. ഇതെങ്ങനെയെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, എൻ്റെ മൊബൈലിലുള്ള വൈഫൈയും മൊബൈൽ ഡാറ്റയും ഓണിലാണുള്ളത്. രണ്ടും ഞാനിവിടെ ഡിസ്കണക്ട് ചെയ്യാണ്. ഓക്കെ, രണ്ടും ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരാൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കണം. ഓക്കെ, നെറ്റ്വർക്ക് കവറേജ് ഇപ്പോൾ ഇല്ല. എങ്ങനെ അയച്ചു കൊടുക്കും? അതിനായിട്ട് നിങ്ങളുടെ മൊബൈൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് ഒരു കോമ്പസ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കും. ഇതിപ്പോൾ എൻ്റെ മൊബൈലിൽ ഉള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കോമ്പസിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഈ കോമ്പസ് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒന്ന് ചെരിച്ച് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ അത് കൃത്യമായിട്ട് വർക്കാവും. കണ്ടോ, അതാ ഇപ്പം വർക്കായി തുടങ്ങി. ഓക്കെ, ഇനി നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വെറുതെ വെച്ചാൽ മതി. താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ അഡ്രസ്സ് കാണാൻ സാധിക്കും. കണ്ടോ, അവിടെ ലൊക്കേഷൻ്റെ ഒരു ചിഹ്നവും ഉണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ തന്നെ നിങ്ങൾക്ക് അത് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, അത് ഏറ്റവും മുകളിൽ തന്നെ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇവിടെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാനും കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ കോപ്പി കൊടുത്തപ്പോൾ ഇവിടെ ക്ലിപ്പ് ബോർഡിൽ ആ ഒരു ലൊക്കേഷൻ അഡ്രസ്സ് ഇവിടെ കോപ്പി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതൊക്കെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് സാധാരണ മെസ്സേജിങ് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ആർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ കൈമാറേണ്ടത് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിങ്ങൾ കോപ്പി ചെയ്ത ആ ഒരു അഡ്രസ്സ് ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ലഭിക്കുന്ന വ്യക്തിക്ക് അവരുടെ ആ മെസ്സേജിങ് ആപ്ലിക്കേഷനിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. ഓക്കെ, ആ ഒരു മൊബൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജിങ് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു മെസ്സേജ് കാണും. ആ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്യുക. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. ആ ഒരു മെസ്സേജ് എന്ത് ചെയ്യുക, ഇവിടുന്ന് കോപ്പി ചെയ്യുക. അവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. ഇവിടെ മുകളിൽ തന്നെ കോപ്പി ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിപ്പ് ബോർഡിൽ ആ ഒരു അഡ്രസ്സ് ഇവിടെ കോപ്പി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിലുള്ള ആ ഒരു ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് മുകളിലുള്ള സെർച്ച് ബാറിൽ ലോങ് പ്രസ് ചെയ്തിട്ട് അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ അവിടെ പേസ്റ്റ് ചെയ്യാണ്. കണ്ടോ, ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ സെർച്ച് കൊടുക്കുകയാണ്. സെർച്ച് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് അയച്ച ആ ഒരു ലൊക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഡയറക്ഷൻ ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അവർ അയച്ച ലൊക്കേഷനിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അയച്ച വ്യക്തി എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കലും നെറ്റ്വർക്ക് ഓണായ സ്ഥലത്തല്ല, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓണാക്കിയിട്ടേ ഇല്ല. വെറും ഒരു കോമ്പസിൻ്റെ സഹായം കൊണ്ട് സാധാരണ മെസ്സേജിങ് പ്ലാറ്റ്ഫോമിലൂടെ അയച്ചു കൊടുത്ത സംഭവമാണിത്. അത് ലഭിക്കുന്ന വ്യക്തിക്ക് കറക്റ്റ് നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് ഈസി ആയിട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു അറിവ് നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അറിയാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.